ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു കേക്കിൻ്റെ പാക്കിങ്ങും ഡെലിവറിയും ഒക്കെയാണല്ലേ കാണുന്നത്. അപ്പോൾ നമുക്കിന്ന് ബ്രൈഡ് ടു ബി ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു കേക്കിന് ഓർഡർ വന്നിട്ടുണ്ട്. നമ്മുടെ നെയ്ബർ തന്നെയാണ്. അപ്പോൾ ബ്രൈഡ് ടു ബി ഫംഗ്ഷനും കേക്ക് കട്ടിങ്ങും കേക്കിൻ്റെ പ്രിപ്പറേഷൻസും മെഹന്തിയും ഒക്കെ ഞാൻ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കേക്ക് 2 ടയർ ആണ് കേട്ടോ ഓർഡർ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുകളിലത്തെ ലെയർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ലെയറാണ് ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്ത് ആദ്യം മാറ്റാൻ പോകുന്നത്. ഫസ്റ്റ് ലെയറിലെ കേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്തു, ക്രീം ചെയ്തു, ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് അതും കൂടെ ഒന്ന് ലെവൽ ചെയ്ത ശേഷം ഫസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ഫ്ലേവർ ഓറഞ്ച് ഫ്ലേവർ ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഫ്ലേവറാണ്. ഓരോ ലെയറിലും ഓരോ ഫ്ലേവർ കൊടുത്തിട്ട് നല്ല അടിപൊളി ഒരു കേക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ രണ്ടാമത്തെ ലെയർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് ക്രീം ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ. ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തെ ഫ്ലേവർ വരുന്നത് ബട്ടർ സ്കോച്ചാണ്. അപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ ക്രഷ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതുപോലെ ലാസ്റ്റത്തെ ലെയറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് നമുക്ക് ക്രീം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ക്രീം ചെയ്ത് നമുക്കൊന്ന് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ സെക്കൻഡ് ടയർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്കൊരു 4-5 മണിക്കൂർ ഒന്ന് ഫ്രീസ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് ഫസ്റ്റ് ടയറിൻ്റെ മുകളിലേക്ക് മാറ്റി വെക്കാൻ പറ്റൂ. അപ്പോൾ നല്ല രീതിയിലൊന്ന് കൂളാവട്ടെ, നമുക്കിത് റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ടയർ റെഡി ആയിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മുടെ ഫസ്റ്റ് ടയർ കേക്കിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ ബോർഡ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്രീം ആഡ് ചെയ്ത ശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയറിൻ്റെ കേക്കിൻ്റെ പ്രിപ്പറേഷൻസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്തു, ക്രീം ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ ക്രഷാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് ലെയർ കേക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ ക്രീം ചെയ്ത് കൊടുക്കുന്നു. അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് വീണ്ടും കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ സെക്കൻഡ് ലെയറിൽ കൊടുക്കുന്നത് എന്ത് ഫ്ലേവറാണെന്നറിയോ? സ്ട്രോബെറി ഫ്ലേവറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്ലേവറാണ് സ്ട്രോബെറി ഫ്ലേവർ. അപ്പോൾ ഓരോ ലെയറിലും ഓരോ ടേസ്റ്റ് വരുമ്പോൾ എന്താ ടേസ്റ്റ് ആയിരിക്കും അല്ലേ ആ കേക്കിന്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ലെയറും കംപ്ലീറ്റ് ആക്കി തേർഡ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വീണ്ടും ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്ക് ഒന്ന് ക്രീം ചെയ്തെടുക്കാം. അത് ഒന്ന് ലെവൽ ചെയ്യാം. ശേഷം നമുക്ക് മൂന്നാമത്തെ ലെയറിൽ വരുന്നത് ഓറഞ്ച് ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഓറഞ്ചിൻ്റെ ഫ്ലേവറും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഈ ലെയർ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമ്മുടെ ഫസ്റ്റ് ടയറിലെ ലാസ്റ്റ് കേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ലാസ്റ്റ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന കേക്കിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫുള്ളൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. നമുക്ക് ഒരുപാട് ക്രീമിൻ്റെ ആവശ്യമില്ല. കാര്യം നമുക്ക് കുറച്ച് റോസസ് ആണ് വരച്ചു കൊടുക്കാനുള്ളത് താഴത്തെ ടയറിൽ. അപ്പോൾ ഫസ്റ്റ് ടയറിൻ്റെ പരിപാടി ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മുകളിലത്തെ ഭാഗം നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. സൈഡിൽ ഡിസൈൻ കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. നമ്മൾ ഒരുപാട് ഓവർ ക്രീം തേക്കുവാണെങ്കിൽ കഴിക്കുമ്പോൾ മടുപ്പുണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രം കോട്ട് ചെയ്ത് മാത്രം എടുക്കുവാണെങ്കിൽ ആ കേക്കിൻ്റെയും ആ ഫ്ലേവറിൻ്റെയും ഒക്കെ ടേസ്റ്റിൻ്റെ കൂടെ കുറച്ച് ക്രീമും കൂടെ ആകുമ്പോൾ അടിപൊളിയായിരിക്കും. അങ്ങനെ നമ്മുടെ റോസറ്റ നോസലിലെ റോസസ് ഒക്കെ വരച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കേക്ക് ഒന്ന് റോസസ് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ.
നെക്സ്റ്റ് ഡിസൈൻ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ദേ റെഡി ആയിട്ടുണ്ട്. ബ്രൈഡ് ടു ബി ടോപ്പറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഷുഗർ ബോൾസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സ്റ്റാക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കേക്ക് രണ്ടും ദേ ഒരുമിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ ഫൈനൽ ഡിസൈനിലേക്ക് കടക്കാം. അപ്പോൾ ഡ്രസ്സിൻ്റെ കളറാണ് ഞാൻ ദേ ഇത് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത്. ഇത് കേക്കിനെ കുറിച്ച് ഒരു കേക്കെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ എന്നോട് അതിൻ്റെ ഡിസൈൻസോ 2 ടയർ കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാം എന്നിൽ വിശ്വസിച്ച് വിട്ടു തന്നിട്ടുണ്ടായിരുന്ന ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത്രയും മനോഹരമാക്കി തന്നെ അത് ചെയ്തു കൊടുക്കണം അല്ലേ, അതെൻ്റെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന മാക്സിമം ഞാൻ എഫേർട്ട് അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഒരു സൈഡിൽ ഞാനെല്ലാം ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ബോൾസ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗോൾഡൻ ബോൾസ് ഇടയ്ക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതാണ് ഡ്രസ്സിൻ്റെ കളറെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഈ കളറിൽ തന്നെ ഒന്ന് സെലക്ട് ചെയ്തെടുക്കാൻ വിചാരിച്ചത്. നമ്മൾ കേക്ക് ഈ കളറിൽ ചെയ്തെടുക്കുവാണെങ്കിൽ കയ്പ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഡിസൈനിങ്ങിൽ ആ കളർ ഒന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. നെക്സ്റ്റ് നമുക്ക് ബ്രൈഡ് ടു ബിയുടെ ടോപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു ടോപ്പർ ആഡ് ചെയ്യുമ്പോൾ തന്നെ ആ കേക്കിൻ്റെ ആകെ മൊത്തം ലുക്ക് തന്നെ അങ്ങ് മാറും എന്നതാണ് സത്യം. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്തോളൂ. നെക്സ്റ്റ് നമുക്ക് ഷുഗർ ബോൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സ്മോൾ ഷുഗർ ബോൾസ് ആണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കേക്കിൻ്റെ ടോപ്പ് പാർട്ടിലും അതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ടിലുമായിട്ടാണ് ഈ ഷുഗർ ബോൾസ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തിക്കോളൂ. ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം ഒരു ലൈക്ക് കൂടെ ചെയ്ത് ഫുൾ സപ്പോർട്ടും ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഡിസൈനിങ്ങിൻ്റെ ബാക്കി കൂടെ കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ ഇരിക്കുകയാണെങ്കിൽ ഈ കേക്കിൻ്റെ ടേസ്റ്റ് അടിപൊളിയാവും കേട്ടോ. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കട്ടെ. എന്നിട്ട് നാളെ നമുക്ക് ഇത് ഒന്ന് ഡെലിവറി ചെയ്യണം. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകാനുള്ള സമയമായിട്ടുണ്ട്. ഞാൻ റെഡിയായി വന്നിട്ടുണ്ട്. പോകുന്ന സമയത്താണ് കേക്ക് ഒന്ന് പാക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അങ്ങനെ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ശേഷം ഞാൻ പാക്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ നമുക്കിനി ഇത് ബ്രൈഡിൻ്റെ വീട്ടിലെത്തിക്കണം. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു യാത്രയ്ക്ക് ശേഷം ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങി നടന്നു വന്നതാണ് കേട്ടോ. അങ്ങനെ ബ്രൈഡിന് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ കയറ്റി വിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ നേരെ പോയി ബ്രൈഡിന് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേക്ക്. ശേഷം അവരുടെ ഫാമിലിയാണ് കേട്ടോ.
ഫാമിലിയിലുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉമ്മച്ചിയുടെ സിസ്റ്റേഴ്സും അതുപോലെ അവളുടെ കസിൻസും. ബ്രൈഡിൻ്റെ ഫാദറിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്ന ഒരു ഫംഗ്ഷനാണ് ബ്രൈഡ് ടു ബി. വളരെ അടിപൊളി ഒരു ഫംഗ്ഷൻ ആയിരുന്നു. എൻ്റെ സ്വന്തം വീട്ടിലെ ഒരു ഫംഗ്ഷൻ പോലെ തന്നെയായിരുന്നു കേട്ടോ. ബ്രദറാണ് ആദ്യം ബ്രൈഡ് ടു ബിയുടെ ഇതിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉമ്മച്ചി വന്നപ്പോൾ ഉമ്മച്ചിയെ കൂടെ കൊണ്ട് ഇടിയിപ്പിച്ചതാണ് കേട്ടോ. ഇത് അവളുടെ ഉമ്മയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് കേക്ക് കട്ട് ചെയ്യാം. അങ്ങനെ കേക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉമ്മായും വാപ്പായും അനിയനുമാണ്. അപ്പോൾ അവരുടെ 3 പേരുടെയും കൂടെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ദേ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കേക്ക് കട്ട് ചെയ്ത് ദേ ആദ്യം വാപ്പച്ചിക്കാണ് കൊടുത്തിട്ടുള്ളത്. ശേഷം ഉമ്മച്ചിക്ക് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മുടെ ബ്രോയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. കേക്കെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഗ്രാൻഡ് മദേഴ്സിനാണ് കേട്ടോ കൊടുക്കുന്നത്. വാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും ഉമ്മമാരാണ്. ഉമ്മച്ചായും വാപ്പച്ചിയുടെ ഉമ്മായും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ ഷുഗർ ഉള്ളവർക്ക് കേക്കൊക്കെ കൊടുത്തിട്ട് അത് കുറച്ച് കഴിക്കണമെന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ട്. അവർക്ക് ഇഷ്ടം എപ്പോഴും മധുരമായിരിക്കും അല്ലേ. അത്രയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് 2 പേർക്കും അവിടെ ബലൂൺ ഊതുന്ന തിരക്കിലായിരുന്നു കേട്ടോ. ശേഷം അവരുടെ ഇടയിലിരുന്ന് ഒരു ഫോട്ടോസൊക്കെ ബ്രൈഡ് എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇവരുടെ ഫാമിലീസ് ഉമ്മച്ചിയുടെ സഹോദരങ്ങളാണ് കേട്ടോ. അന്ന് ആ സമയത്തുണ്ടായിരുന്ന എല്ലാവരെയും ഇരുത്തി വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ബ്രൈഡിൻ്റെ കസിൻസാണ്. നടുക്കിരിക്കുന്നത് ഉമ്മയുടെ ഉമ്മയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രൈഡിനെ നടുക്ക് നിർത്തി നമ്മളെല്ലാവരും ചേർന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുള്ളതാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് മെഹന്തിയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ബ്രൈഡ് മെഹന്തിയൊക്കെ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉടനെ തന്നെ അടിപൊളി ഒരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.